അസ്സലാമു അലൈക്കും. മിച്ചൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് സുഖാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് സുഖാണ്, അൽഹംദുലില്ലാ, മാഷാ അല്ലാ. ഇന്ന് നമ്മളിതാ സഅദിനെയും കൊണ്ട് സ്കൂൾ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് റോഡിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ഇൻഷാ അല്ലാ. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറും കൂടി ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ എന്താ സഅദി ആയെന്നെല്ലാം പറയുന്നുണ്ട്. എന്താ പറയുക, എൻ്റെ മോളിതാ നല്ല യൂണിഫോമെല്ലാം ഇട്ടിട്ട് നല്ല സന്തോഷത്തിലാണ്. അൽഹംദുലില്ലാ, എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എൻ്റെ മക്കൾ. നിങ്ങളുടെ ദ്വായും വേണം. അങ്ങനെ ഇതാ നമ്മൾ പുറപ്പെട്ടു. അങ്ങനെ നമ്മളടുത്തൊരു ഇത്ത വന്നേരം ആ സാരിക്ക് ഒരു ചെയിൻ വാങ്ങി. സാരിക്കല്ല, മിച്ചിക്ക് എനക്കൊരു ചെയിൻ വാങ്ങുമ്പോൾ മിച്ചി എന്ത് ചെയ്തു, അവരെ എന്താ പറയുക, ഡബ്ബക്കകത്ത് നിന്ന് ഒരു കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതാ ഒരു നല്ല എന്താ പറയുക, കൈ ചെയിനാണ്, നല്ല രസമുണ്ട്. സ്വർണ്ണമെന്നേ പറയാം. ഭയങ്കര തണുപ്പ് പിടിച്ചിന്, അതുകൊണ്ട് സൗണ്ടിനൊരു മാറ്റം ഉണ്ടാവും, നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ നല്ല അടിപൊളി ചെയിൻ, നല്ല രസമുണ്ട്, നിങ്ങൾ കണ്ടില്ലേ. അങ്ങനെ മിച്ചി വാങ്ങിയതാണ്. അപ്പോൾ സാദിയ പറഞ്ഞു എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ കെട്ടിത്തരണം. എന്തില്ല, അങ്ങനെ ഒരു ചെയിനിങ് വാങ്ങാൻ കഴിയുന്നില്ല. ചെറിയ പൈസയേ ഉള്ളൂ, എന്താ പറയുക, ഒരു 100 റുപ്യൊന്നും ആയിട്ടൊന്നുമില്ല. 100 രൂപയുണ്ട്, അത്രയേ ഉള്ളൂ. നമുക്കെന്തായാലും മറ്റേ ചെയിന്, ഗോൾഡ് ചെയിൻ എങ്ങനെയായാലും നമുക്ക് വാങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് ഇത് വാങ്ങിക്കൊടുത്ത്. അത് മിസ്രി എടുത്താൽ പിന്നെ ആർക്കും കൊടുക്കൂല. ഏതെങ്കിലും മിസ്രിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. എവിടെന്നെങ്കിലും കടയിൽ നിന്ന് എടുത്താലും അത് പിന്നെ നമ്മൾ എന്തെങ്കിലും മിഠായി അങ്ങനെ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് എടുത്താൽ പിന്നെ അവൾ കൊടുക്കുകയേ ചെയ്യില്ല. അപ്പോൾ ഞാൻ പൈസ കൊടുക്കേണ്ടി വരും, ഇല്ലെങ്കിലും ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. അങ്ങനെ സാരിക്ക് കെട്ടിക്കൊടുക്കുകയെന്ന് ഭയങ്കര സന്തോഷമായി. മിസ്രി കണ്ടിനെങ്കിൽ പിന്നെ അത് കൊടുക്കുകയൊന്നും ചെയ്യില്ല, മിസ്രി കാണാണ്ട് കെട്ടിക്കൊടുക്കുന്നേ. അപ്പോൾ ഇതാ നല്ല നല്ല രസം. അങ്ങനെ നമ്മളിതാ സാരിക്ക് കെട്ടിക്കൊടുത്ത്. നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതുപോലത്തെ എന്താ പറയുക, അതുപോലത്തെ പാദസരമാണ് എടുത്തിന്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മളിതാ നടന്ന് പോയാന്ന് അവളെയും കൂട്ടിയിട്ട്. അങ്ങനെ കുറച്ച് നടക്കണം. നിങ്ങൾ ഏതാ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഞാൻ അവിടെ സ്കൂളിൽ പോകുന്ന വീഡിയോയിൽ എടുത്തിട്ടില്ലേ, നിങ്ങൾ പോയിട്ട് കാണുക. നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം. എന്തായാലും സൗണ്ടിന് മാറ്റം ഉണ്ടാവും, നിങ്ങളോട് ആദ്യം പറയുന്നുണ്ട്, നിങ്ങൾ ക്ഷമിക്കണം. തണുപ്പ് പിടിച്ചിരുന്നു, തണുപ്പ് ഇവിടെ വയൽക്കര ആയതുകൊണ്ട് തണുപ്പ് വന്നാൽ പിന്നെ പോകാൻ പണിയാണ്. എനിക്കും എൻ്റെ മക്കൾക്കും എല്ലാവർക്കും തണുപ്പ് പിടിച്ചിന്, ഭയങ്കര എന്താ പറയുക, അതുകൊണ്ടാണ് ഈ സൗണ്ടിന് മാറ്റം കേട്ടോ, നിങ്ങൾ ക്ഷമിക്കണേ. അങ്ങനെ നമ്മൾ നടന്നിട്ട് പോവുകയാണ്. മിച്ചൂസും അമീനെല്ലാം അവിടെ ഉറങ്ങുന്നുണ്ട്, ബാപ്പിയുണ്ട്, അപ്പോൾ അവരെ ഉറങ്ങുന്നുണ്ട്. മിച്ചൂസിന് ഇന്ന് സ്കൂൾ പോകാൻ കഴിഞ്ഞിട്ടില്ല, ഉറങ്ങി എഴുന്നേറ്റില്ല. അങ്ങനെയാണ്. പിന്നെന്തൊക്കെയാണ് വിശേഷം നിങ്ങളുടെ? പിന്നെ നിങ്ങൾ പ്രത്യേകിച്ച് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മൾ സബ്സ്ക്രൈബ് കുറഞ്ഞിട്ടാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം. ഒരു തോടും ഇപ്പം നമ്മുടെ മുന്നിലൊരു വഴി വന്നിട്ടുണ്ട്, അത് സാരി കണ്ടുപിടിച്ചതാണ്, അല്ലെങ്കിൽ അതിലൂടെ ചുറ്റിപ്പോകാൻ കുറച്ച് ടൈം എടുക്കും. അങ്ങനെ നമ്മൾ മുന്നിലോട്ടൊരു തോടുണ്ട്, ഒരു ചെറിയൊരു വെള്ളം പോകുന്നത്. അപ്പോൾ അതിലോട്ട് ഇങ്ങനെ നമ്മൾ തുള്ളി എന്താ പറയുക, നമ്മൾ പണ്ട് സാരിൻ്റെ പ്രായത്തിലെല്ലാം ഇങ്ങനെ തുള്ളി പോകുന്ന നമ്മൾക്ക് ഓർമ്മ വരുന്നത്. എന്താ പറയുക, ആ ഒരു ഷോർട്ട് വഴി നോക്കിയിട്ടല്ലേ നമ്മൾ പോവുക. സ്കൂളിൽ പോകുന്ന സമയത്ത് ഷോർട്ട് വഴി എവിടെയെങ്കിലും ഉണ്ടോ അതിലൂടെ പോവുക, അതാണ് നമ്മൾ
നമ്മളും ഫ്രണ്ടെല്ലാം ഞാനും എൻ്റെ ഫ്രണ്ടെല്ലാം എങ്ങനെയാണ് പോക്ക്. എവിടെയെങ്കിലും ഷോർട്ട് വഴി വേഗം സ്കൂളിലേക്ക് നടന്നു പോകാൻ എത്താൻ അതിലൂടെ നമ്മൾ പോകും. അതുകൊണ്ട് നിങ്ങളെന്തായാലും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഈ ചാനലൊന്ന് വിജയിപ്പിക്കണം. അതേ പറയാൻ ഇന്നലെ 2 ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല. എന്താണെന്ന് പറഞ്ഞാൽ സുഖമില്ല, തീരെ വയ്യ. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാണ്ടിരുന്നത്. നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. പിന്നെ അങ്ങനെ വീട്ടിലെത്തിയിരിക്കുക. അപ്പോൾ മിച്ചി എഴുന്നേറ്റു. അതാ എൻ്റെ മോൾക്ക് തീരെ സുഖമില്ല, കണ്ണ് രോഗമാണ്. എൻ്റെ മോളതാ കണ്ട, കണ്ണ് രോഗമാണ്. നല്ലോണം ചോന്നിട്ടാണ് ഉള്ളത്. കാണിച്ചിനി, എന്നിട്ടും എന്താണെന്ന് അറിയില്ല. മരുന്നെല്ലാം ഇറ്റിക്കുന്നുണ്ട്. നല്ലോണം ചോന്നിട്ടുള്ളൂ. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ എൻ്റെ മോൾക്ക് വരുന്നുണ്ട് ഇങ്ങനെ കണ്ണ് ചോന്നിട്ട്. കണ്ണ് രോഗമാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ എന്താണെന്നറിയില്ല, ആരേ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ചൂടല്ലേ, അപ്പോൾ ഈ വിയർപ്പ് താണിട്ടാകത്തിരിക്കുമെന്ന് ഡോക്ടർ അങ്ങനെ പറഞ്ഞത്. വിയർപ്പ് താണിട്ട് അങ്ങനെ വരുന്നതാണ് കണ്ണിൽ ചോന്നതും. അപ്പോൾ അങ്ങനെ എൻ്റെ മോള് ഞാനങ്ങനെ വന്നിരിക്കുമ്പോഴത്തേക്ക് എൻ്റെ മോള് വന്നിരുന്നു. എന്തായാലും എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് കുറേ പറയാനുണ്ട് നിങ്ങളോട്. ഇനി ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ നമുക്ക് വേണ്ടി ഷെയർ ചെയ്യണം. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്യണം. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഇനിയുള്ള വീഡിയോ വരണമെങ്കിൽ നിങ്ങളുടെ മുന്നിൽ കാണണമെങ്കിൽ താഴെ ഒരു ബെൽ ബട്ടണും കൂടിയുണ്ട്, ചെറിയൊരു മണി പോലത്തെ. അതെന്ത് ചെയ്യുക, നിങ്ങൾ അമർത്തുക. എന്നാലാണ് ഇനിയുള്ള നമ്മളെ വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ വരികയുള്ളൂ. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എനിക്ക് കുറച്ച് നിങ്ങളോട് പറയാനുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ സമൂഹത്തിലുള്ളവരോടല്ല, എൻ്റെ നാട്ടിലുള്ളവരോടാണ്. എന്നെ കുറേ ചേർത്ത് പിടിക്കുന്ന ആളുണ്ട്. എന്താ പറയുക, കുറേ ഇത്തമാർ, അങ്ങനെ കുറേ നമുക്ക് നല്ല എന്താ പറയുക, നമ്മളോട് ഫോണിലൂടെ നല്ല നമുക്കെപ്പോഴും സന്തോഷം തരുന്ന കുറേ ഉമ്മമാരുണ്ട്. സഹോദരി, എൻ്റെ ഒരു ജ്യേഷ്ഠത്തിനെ പോലെ നോക്കുന്നവരെല്ലാം ഉണ്ട്. അങ്ങനെ എന്താ പറയുക, നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് പറയണമെങ്കിൽ ഒരു വീഡിയോ നല്ല ലെങ്ത് കൂടി വീഡിയോ നിങ്ങളുടെ മുന്നിൽ വരും. അതെന്തായാലും എനിക്ക് പറഞ്ഞേ തീരൂ. എന്താ പറഞ്ഞാൽ, അങ്ങനെ നമ്മൾ പറയാണ്ട് നമ്മൾ വീട്ടിൽ കുത്തിയിരിക്കുമ്പോൾ നമ്മൾ ആദ്യം ഇട്ടടിക്കും എന്തായാലും. അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത്, നമ്മൾ അത്രയ്ക്ക് പാവങ്ങളായതുകൊണ്ടാണോ നമ്മളിങ്ങനെ ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടോ? നിങ്ങളെന്തെങ്കിലും ഇടങ്ങേറാക്കിയിട്ടുണ്ടോ? അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ചെയ്യുന്നവരെന്തിനാണ് നിങ്ങൾ ചെയ്യാതിരിക്കുന്നത്? എന്തിനാണ് നല്ലവരായ അവരെ ഇല്ലാണ്ടാക്കിയിട്ട് അവർക്ക് ചെയ്തു കൊടുക്കണ്ട, അവർക്ക് അങ്ങനെ ചെയ്തു കൊടുക്കണ്ട എന്നെല്ലാം പറയുന്നത് എന്തിനാ? നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മളെല്ലാവരും മരിക്കേണ്ടവരാ. ആരും നമ്മളെ ദുനിയാവിൽ ജീവിക്കൂല, അല്ലേ? ആരെങ്കിലും ജീവിച്ചിട്ട് നിങ്ങൾക്കറിയോ? ആരും ജീവിക്കൂല. എല്ലാവരും നമ്മളെ ദുനിയാവിൽ നിന്ന് പോകേണ്ടവരാ. ആ ദുനിയാവിൽ നിന്ന് പോകേണ്ടവരാണെന്ന് ചിന്തിച്ചിനെങ്കിൽ ഇന്നാരും ഒരാളെ കുറ്റം പറയാനോ നിൽക്കില്ല. പിന്നെ ഞാനൊരു എന്താ പറയുക, ഒരു വീഡിയോ ചെയ്തിന്. നിങ്ങൾക്കറിയുമോയെന്നറിയില്ല. ഒരു എന്താ പറയുക, ജസ്നാത്താൻ്റെ നല്ലൊരു വ്യക്തിയാണ്. ആ ജസ്നാത്താൻ്റെ ഒരു വീഡിയോ ചെയ്തിന്. നമ്മൾക്ക് അത്രയ്ക്ക് എന്താ പറയുക, നമ്മൾക്ക് അത്രയ്ക്ക് ഒരു വിഷമം ഉള്ളതുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തു. ആ വീഡിയോ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും അതൊരു പരാതിയായിട്ട് വന്നു. പരാതി മാത്രമല്ല, അതിനെ തടസ്സപ്പെടുത്താൻ കുറേ ബേക്കിലെ ആൾക്കാരും. എന്താ നിങ്ങളെല്ലാവരും ചെയ്തിന്? ഞാനും എൻ്റെ മക്കൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എൻ്റെ ഭർത്താവ് ചെയ്തിട്ടുണ്ടോ? എൻ്റെ ഭർത്താവ് നിങ്ങളാരെങ്കിലും വന്നിട്ട് ഇടങ്ങേറാക്കിയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അല്ല ഞാൻ ചെയ്തിട്ടുണ്ടോ? എൻ്റെ മക്കൾ ചെയ്തിട്ടുണ്ടോ? എന്തിനാ നമ്മളോടിങ്ങനെ
നമ്മളോട് എന്തിനാ ഇങ്ങനെ കാണിക്കുക? മിച്ചിക്ക് കാണണം പോലും. എന്താ മിച്ചി പറയുന്നേ എനിക്ക് ഒന്ന് എന്നെ കാണിക്കുന്നു. എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് മോളെ വീഡിയോ ചെയ്തത്. എൻ്റെ മോളെ വേണ്ടിയിട്ട് മാത്രമേ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഇൻഷാ അള്ളാ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഇൻഷാ അള്ളാ.